പരിശുദ്ധനായ നല്ല പിതാവേ, അങ്ങ് നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു പിതാവേ. ഫാസ്റ്റിംഗ് പ്രെയറിൻ്റെ 3-ാമത്തെ ദിവസത്തിൻ്റെ 2-ാമത്തെ സെഷന് ഞങ്ങളെ കൂട്ടി വരുത്തിയിരിക്കുമ്പോൾ പിതാവേ, കഴിഞ്ഞ നേരങ്ങൾ കണ്ടതിനേക്കാൾ, കഴിഞ്ഞ മണിക്കൂറുകൾ കണ്ടതിനേക്കാൾ വലുതെന്ന് രാത്രികാലം ഞങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു പിതാവേ. അങ്ങയുടെ അസാധാരണ ദൈവപ്രവൃത്തി ഇന്ന് രാത്രികാലം കാണുവാൻ കടന്നു വരുന്ന ജനങ്ങൾക്കൊരു വിടുതലായി തീരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു പിതാവേ. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ ഹോളിൽ ചലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരംഭം മുതൽ അവസാനം വരെ അങ്ങയുടെ സാന്നിധ്യം കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷേകനെ ശക്തമായി ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ആത്മപകർച്ച ഇന്ന് രാത്രികാലം ഇവിടെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. അതിനായി അഭിഷേകനെ അങ്ങ് ഉപയോഗിക്കാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കടന്നു വരാൻ ആഗ്രഹിക്കുന്നത്തെ വേഗത്തിൽ കൂട്ടി വരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ആയിരിക്കും ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൽ നിന്ന് പുതിയത് പ്രാപിപ്പാൻ ഇവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധനയ്ക്കും ശുശ്രൂഷയ്ക്കും തടസ്സമായി നിൽക്കുന്ന എല്ലാ പൈശാചിക മാനുഷിക മണ്ഡലങ്ങളെയും ദേശത്തിൻ്റെ പോരുകളെയും സ്വർഗമനിക്കുന്ന അധികാരം ഉപയോഗിച്ച് അതിനെ ശാസിച്ച് നിർമൂലമാക്കി പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ മേലൊരു ജയത്തെ പ്രഖ്യാപിക്കുന്നു പിതാവേ. സ്വർഗം ഞങ്ങൾക്ക് ജയം തന്ന കൃപയ്ക്കായി സ്തോത്രം. വർഷിപ്പ് ടീമിന് ഞങ്ങളുടെ കാര്യങ്ങൾ തരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണ നിറവിൽ വർഷിപ്പിച്ചവൻ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുയേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രത്യേക ഈ ആരാധനയുടെ 3-ാം ദിവസം ഈ 6-ാം സെക്ഷനിൽ ക്രിസ്തയേശുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ഏവരെയും ഈ ആരാധനയ്ക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്തോഷത്തോടെ നമ്മുടെ കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ദൈവം നല്ലവനായ വല്ലവനായി ഇത്രത്തോളം നമ്മെ കരുതി, ഇത്രത്തോളം നമ്മെ പരിപാലിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം ആ കർത്താവിനെ നന്ദിയുള്ള ഹൃദയത്തോടെ ചില ഗാനങ്ങളെ പാടി നാം നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായി പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം ആ കർത്താവിൻ്റെ നന്ദിയുള്ള ഹൃദയത്തോടെ ആയിരിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നാമം ഉയരണം, ഇன்றுം മേന്മ അടയണം. പാടുവേൻ പാടുவோம் ഹല്ലേലൂയ. ഉങ്ക നാമം ഉയരണം, ഇன்றுം മേന്മ അടയണം. പാടുവേൻ പാടുவோம் ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. Yahweh, hallelujah, hallelujah, hallelujah. Yahweh, hallelujah. Unga naamam uyaranam, inrum മേന്മ അടയണം. പാടുവേൻ പാടുவோம் ഹല്ലേലൂയ. ഉങ്ക നാമം ഉയരണം, ഇன்றுം മേന്മ അടയണം. പാടുവേൻ പാടുவோம் ഹല്ലേലൂയ. പെരുങ്കാറ്റും അടങ്ങി പോകും, എക്കടലും വഴി തിരക്കും. ഉങ്ക നാമം ഉയർത്തും പോത് കൺമലയും കരൈന്തു പോകും. കൊടുങ്കാറ്റും അടങ്ങി പോകും, ഏതു കടലും വഴി തിരക്കും. നിന്നാമം ഉയർത്തുമ്പോൾ കൺമലയും ഉരുകി പോകും. യേശുവേ ഉന്നാമമേ ഉയരണം. ഹല്ലേലൂയ. യേശുവേ ഉന്നാമമേ ഉയരണം. ഹല്ലേലൂയ. ഉങ്ക
நாமம் உயரணும், என்றும் மேன்மையடையணும். பாடுவேன், பாடுவோம் அல்லேலூயா. உங்க நாமம் உயரணும், என்றும் மேன்மையடையணும். பாடுவேன், பாடுவோம் அல்லேலூயா. சிங்கத்தின் கேபியிலும் தீச்சூளை நடுவிலும் உங்க நாமம் உயர்த்தும் போது சேதங்கள் அணுகிடாது. சிங்கத்தின் கேபியிலும் தீச்சூளை நடுவிலும் உங்க நாமம் உயர்த்தும் போது சேதங்கள் அணுகிடாது. இயேசுவே உம் நாமமே உயரணும், அல்லேலூயா. இயேசுவே உம் நாமமே பெருகணும், அல்லேலூயா. உங்க நாமம் உயரணும், இன்னும் மேன்மையடையணும். பாடுவேன், பாடுவோம் அல்லேலூயா. உங்க நாமம் உயரணும், இன்று மேன்மையடையணும். பாடுவேன், பாடுவோம் அல்லேலூயா. சேர்ந்து பாடாமோ? ஹல்லேலூயா, 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 ஹல்லேலூயா. யாவே ஹல்லே, ஹல்லேலூயா. யாவே ஹல்லே, ஹல்லேலூயா. சிறைச்சாலை அடைப்பதில்லை, சங்கிலிகள் நிரந்தரமில்லை. உங்க நாமம் உயர்த்தும் போது அடைப்பதில்லை. சிறைச்சாலை அடைப்பதில்லை, சங்கிலிகள் நிரந்தரமில்லை. உங்க நாமம் உயர்த்தும் போது அஸ்திபாரம் நிலைப்பதில்லை. இயேசுவே உம் நாமமே உயரணும், அல்லேலூயா. இயேசுவே உம் நாமமே பெருகணும், அல்லேலூயா. உங்க நாமம் உயரணும், இன்று மேன்மையடையணும். பாடுவேன், பாடுவோம் அல்லேலூயா. உங்க நாமம் உயரணும், இன்னும் மேன்மையடையணும். பாடுவேன், பாடுவோம் அல்லேலூயா. நின் நாமம் உயரணும், இன்னும் மேன்மையடையணும். பாடுவோம், பாடுவோம் அல்லேலூயா. ஹல்லேலூயா, ஹல்லேலூயா. யாவே ஹல்லே, ஹல்லேலூயா, ஹல்லேலூயா, ஹல்லேலூயா. யாவே ஹல்லே, ஹல்லேலூயா. பெருங்காற்று மடங்கி போகும், எக்கடலும் வழி திறக்கும். உங்க நாமம் உயர்த்தும் போது கண்மலையும் கரைந்து போகும். கொடுங்காற்று மடங்கி போகும், எது கடலும் வழி துறக்கும். நின் நாமம் உயர்த்தும் போல் கண்மலையும் உருகி போகும். இயேசுவே நின் நாமமே உயரணும், அல்லேலூயா. இயேசுவே நின் நாமமே பெருகணும்,
നാമം ഉയരണം, ഇന്നും മേന്മയടയണം. പാടുവേ പാടുവോം ഹല്ലേലൂയ. ചേർന്ന് പാടാമോ? ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇന്ന് രാത്രി യാവേ ഹല്ലേലൂയ യാവേ ഹല്ലേലൂയ 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 യാവേ ഹല്ലേലൂയ യാവേ ഹല്ലേലൂയ. യേശുവേ ഉന്നാമമേ പെരുകണം. ഹല്ലേലൂയ. യേശുവേ നിന്നാമമേ ഉയരണം. ഹല്ലേലൂയ. നിന്നാമം ഉയരണം, ഇന്നും മേന്മയടയണം. പാടുവേൻ പാടുവോം ഹല്ലേലൂയ. ഉങ്ക നാമം ഉയരണം, ഇന്നും മേന്മയടയണം. പാടുവേൻ പാടുവോം ഹല്ലേലൂയ. ഹല്ലേലൂയ 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 യാവേ ഹല്ലേലൂയ യാവേ ഹല്ലേലൂയ. ഇന്ന് രാത്രി പ്രൈസ് ലോർഡ്. അതേ കാലഘട്ടത്തിൽ തന്നെ ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. അതേ രാജാവ് കഴുതപ്പുറത്തിരുന്ന് തൻ്റെ ജനങ്ങളുടെ നടുവിൽ ആഹിതനാകുമ്പോൾ അത് മീൻ ചെയ്യുന്നത് ആ ദേശത്തിന് സമാധാനമാണെന്നാണ് അർത്ഥം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണ് കർത്താവായ യേശു ക്രിസ്തു ആദ്യമായി യെരൂശലേമിലേക്ക് കഴുതപ്പുറത്ത് കയറി വന്ന് പ്രവാചകന്മാർ പറഞ്ഞ ഒരു വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണമായ സമാധാനത്തിന്റെ പ്രഭു യെരൂശലേമിലേക്ക് കഴുതപ്പുറത്ത് കയറി വന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നമ്മുടെ കർത്താവ് നമ്മുടെ ഭവനത്തിൽ വരുവാനായി താല്പര്യപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഭവനത്തിൽ സമാധാനമില്ലായിരിക്കട്ടെ, സന്തോഷമില്ലായിരിക്കട്ടെ, എന്നാൽ കർത്താവ് സഖായിയുടെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ തൻ്റെ ജീവിതം മാറി മറിഞ്ഞതുപോലെ ഇന്ന് രാത്രികാലം നമ്മുടെ കർത്താവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുവാനായി ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ കർത്താവിനെ ഇന്ന് രാത്രികാലം നമുക്ക് പാടി മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. ഒരു ഗാനം കൂടി ദൈവസന്നിധിയിൽ പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. ആക്കരങ്ങളെ തട്ടി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. നിങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് നിങ്ങളുടെ ലൈഫിൽ വന്നു പോയിട്ടുള്ള എന്തെങ്കിലും കുറവുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതെല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ഇറക്കി വെച്ച് ഒന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാവൂ. കർത്താവ്, നിങ്ങളുടെ ആത്മശക്തി എനിക്ക് വേണം. വായ്കൾ തുറന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ ശബ്ദത്തെ ഉയർത്തി കർത്താവ്, നിങ്ങളുടെ ആത്മശക്തി എനിക്ക് വേണം. ആത്മശക്തി ഉണ്ടെങ്കിൽ മാത്രമേ ഒരുവന് ജീവിച്ചിരിക്കുവാനോ ശുശ്രൂഷിപ്പാനോ കഴിയത്തുള്ളൂ. ആത്മശക്തി ഉണ്ടെങ്കിലേ നിങ്ങൾക്കെതിരെ വരുന്ന എതിരുകളെ ഇല്ലാതാക്കാൻ കഴിയത്തുള്ളൂ.
ആത്മശക്തി നിങ്ങളുടെ മേലുണ്ടെങ്കിലേ നിങ്ങളുടെ രോഗങ്ങളിൽ നിന്ന് വിടുതൽ ലഭിക്കത്തുള്ളൂ. ആത്മശക്തി നിങ്ങളുടെ മേൽ ചലിച്ചാൽ അസാധ്യമെന്ന് തോന്നുന്ന ചിലതെല്ലാം സാധ്യമാകും. കാരണം ഞങ്ങളുടെ ആത്മശക്തി ഞങ്ങളെ ചലിക്കാതിരിക്കുവാൻ, ഞങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ കർത്താവേ, ഞങ്ങൾ ഇന്ന് രാത്രികാലം വെളിപ്പെടുത്തണമേ പിതാവേ. അതിനെ പൂർണ്ണമായി ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. ഈ ജനത്തെ അങ്ങ് ഒരുക്കിയാട്ടെ. അങ്ങനെ സമർപ്പിക്കുന്നവരുടെ മേൽ ഇന്ന് രാത്രികാലം പുതിയൊരു അഭിഷേകത്തിൻ്റെ മാൻറ്റിൽ ഇന്ന് രാത്രികാലം വീഴട്ടെ. പുതിയൊരു ദൈവസാന്നിധ്യത്തിൻ്റെ മാൻറ്റിൽ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്തൊരു ദൈവസാന്നിധ്യത്തിൻ്റെ മാൻറ്റിൽ ഇന്ന് രാത്രികാലം ഇവിടെ റിലീസാകട്ടെ. ഇതുവരെ ഞങ്ങളുടെ ആത്മശക്തി പ്രാപിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം നിങ്ങൾ പ്രാർത്ഥിച്ചോണം. കർത്താവ് ഇന്ന് രാത്രികാലം നിങ്ങളെ നിറയ്ക്കുക തന്നെ ചെയ്യും. നിങ്ങളെ പൂർണ്ണമായി നിങ്ങളെ തന്നെ വിട്ടുകൊടുത്ത് പ്രാർത്ഥിച്ചാട്ടെ. അന്യഭാഷകൾ 1-2 മിനിറ്റുകൾ സംസാരിക്കാൻ കഴിയുമെങ്കിൽ അന്യഭാഷകൾ സംസാരിച്ചാട്ടെ. ലീഡേഴ്സ് വായുകളെ തുറന്ന് അന്യഭാഷകളിൽ സംസാരിച്ചാട്ടെ. പിതാവേ, ഞങ്ങളുടെ ആത്മസാന്നിധ്യം ഞങ്ങൾക്ക് വേണം. അതില്ല ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ഞങ്ങൾ തിരിച്ചറിയുന്നു പിതാവേ. ഞങ്ങളുടെ നാമത്തിൽ ഞങ്ങൾ പ്രയോജനപ്പെടണമെങ്കിൽ ഞങ്ങളുടെ ആത്മശക്തി ആവശ്യമാണ് പിതാവേ. ഇനി ഞങ്ങൾക്ക് അധികമായി ഞങ്ങളുടെ ശക്തിയെ അറിയുവാൻ, ശക്തി ലഭിപ്പാൻ ഞങ്ങളുടെ സന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിക്കുന്നു പിതാവേ. അങ്ങ് രാത്രികാലം ഞങ്ങൾക്കായി അങ്ങ് ഇറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മേൽ അങ്ങയുടെ ആത്മശക്തി അങ്ങ് പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാലം ആത്മപകർച്ചകൾ ഉണ്ടാകട്ടെ. സ്വർഗം വലിയ കാര്യങ്ങളെ ചെയ്യട്ടെ. ഇന്ന് രാത്രികാലം ആരും ആത്മശക്തി ലഭിക്കാതെ ആരും മടങ്ങിപ്പോകരുത്. നിങ്ങൾ പ്രാർത്ഥനയിലായിരിക്കുക. നിങ്ങളെ തന്നെ വിട്ടുകൊടുത്ത് പ്രാർത്ഥിച്ച് മറ്റെല്ലാം ഇന്ന് രാത്രികാലം നിങ്ങൾ മറന്നേ. നിങ്ങളുടെ ഭാരങ്ങൾ, നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ പ്രയാസങ്ങളെല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ ഇറക്കി വെച്ച് ആത്മശക്തിക്കായി ഇന്ന് രാത്രികാലം ദാഹിക്കുന്ന ഉള്ളങ്ങളെ നിറയ്ക്കുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. നിന്റെ വായ വിസ്താരത്തെ തുറക്കുക, അതിനെ ഞാൻ നിറയ്ക്കാമെന്ന് പറഞ്ഞതാണ് നമ്മുടെ കർത്താവ്. വായകളെ തുറക്കുന്ന ആരെയും കർത്താവ് വെറുതെ വിട്ട ചരിത്രമില്ല, ഇതുവരെ വിട്ടിട്ടുമില്ല. വായകളെ തുറന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ ഇന്ന് രാത്രികാലം നിങ്ങളുടെ മേൽ ആത്മശക്തിയെ കർത്താവ് പകരും. പിതാവ്, ഇന്ന് രാത്രികാലം ഞങ്ങൾ കഴുകനെ പോലെ ചിറകടിച്ചു വരുവാൻ, മടുത്തു പോകാതെ ബലം ധരിച്ചോടുവാൻ അങ്ങയുടെ ആത്മശക്തിയെ ഞങ്ങൾ ചോദിക്കുന്നു. ഉള്ളങ്ങളെ തൊടുന്ന ഒരു രാത്രിയാകട്ടെ. എല്ലാ കാര്യങ്ങളും ഒന്നടിച്ചു.
ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മനദിയായൊഴുകി എന്നിലുന്നു വാ, ആത്മശക്തിയായൊഴുകി എന്നിലുന്നു വാ, ആത്മനദിയായൊഴുകി എന്നിലുന്നു വാ, ആത്മശക്തിയായൊഴുകി എന്നിലുന്നു വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. പെന്തക്കോസ്ത നാളികയ മാളിക മുറി, അഗ്നിനാവിനാൽ മുഴുവൻ നിറച്ചവനെ. പെന്തക്കോസ്ത നാളികയ മാളിക മുറി, അഗ്നിനാവിനാൽ മുഴുവൻ നിറച്ചവനെ. അഗ്നിജ്വാല പോൽ പിളർന്നിറങ്ങി വാ, കൊടും കാറ്റുപോലെ വീശിയെന്നിൽ വാ. അഗ്നിജ്വാല പോൽ പിളർന്നിറങ്ങി വാ, കൊടും കാറ്റുപോലെ വീശിയെന്നിൽ വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. കഴുകനെ പോലെ ചിറകടിച്ചുയരാം, തളർന്നു പോകാതെ ബലം ധരിച്ചോടുവാൻ. കഴുകനെ പോലെ ചിറകടിച്ചുയരാം, തളർന്നു പോകാതെ ബലം ധരിച്ചോടുവാൻ. കാത്തിരിക്കും നീതാ ഞാനും യഹോവേ, ശക്തിയെ പുതുക്കുവാൻ എൻ്റെ ഉള്ളിൽ വാ. കാത്തിരിക്കും നീതാ ഞാനും യഹോവേ, ശക്തിയെ പുതുക്കുവാൻ എൻ്റെ ഉള്ളിൽ വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മനദിയായൊഴുകി എന്നിലുന്നു വാ, ആത്മശക്തിയായൊഴുകി എന്നിലുന്നു വാ, ആത്മനദിയായൊഴുകി എന്നിലുന്നു വാ, ആത്മശക്തിയായൊഴുകി എന്നിലുന്നു വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, 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 മഴ പോലെ പെയ്തിറങ്ങി വാ. ഇറങ്ങി
വാ പെയ്തിറങ്ങി വാ ആത്മശക്തിയെ ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ ഇറങ്ങി എന്നിൽ വാ മഴ പോലെ പെയ്തിറങ്ങി വാ മഴ പോലെ പെയ്തിറങ്ങി വാ സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ ഇറങ്ങി എന്നിൽ വാ മഴ പോലെ പെയ്തിറങ്ങി വാ മഴ പോലെ പെയ്തിറങ്ങി വാ ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ ഇറങ്ങി എന്നിൽ വാ മഴ പോലെ പെയ്തിറങ്ങി വാ മഴ പോലെ പെയ്തിറങ്ങി വാ സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ ഇറങ്ങി എന്നിൽ വാ മഴ പോലെ പെയ്തിറങ്ങി വാ മഴ പോലെ പെയ്തിറങ്ങി വാ ആത്മനദിയായി ഒഴുകി എന്നിരുന്നു വാ ആത്മശക്തിയായി ഒഴുകി എന്നിരുന്നു വാ ആത്മനദിയായി ഒഴുകി എന്നിരുന്നു വാ ആത്മശക്തിയായി ഒഴുകി എന്നിരുന്നു വാ മഴ പോലെ പെയ്തിറങ്ങി 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 ശെറ്റേരിയാം തോരോലോ തോരോ തോരോ രിമനാന ബലാശം ദാന കുടമലരകരകരകര വൈണം ചാരം രഗതം 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 ചിമിനി രിഗിതി 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 കുടമലരകരകരകര വൈണമരാരകരേ രഗദാരബലം ശംദാര ചൂടാധാര ധീര ബാര റീമോലോരോ തോരോ തോരോ റിക്കാര ശംദാര ചൂടമലരകരകരകര വൈണം ചാരം റിമാനാധാര ചൂടാധാര റിക്കാരാന തോരോ ലോമോ രിമനാല ശംദാര ചൂടം ചാരം രഗതം വൈണം ചാരം രഗതം 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 ചിമിനി രിഗിതി രിഗിതി രിബിലി ശുഡബല രഗടക രഗദര വൈണം ചാരം രഗതം റാസെറ്റേരിയോലോറോക്കോ റിമാന ശംദാര ചുഡബല രഗടക രഗദര വൈണം ചാരം രഗതം 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 രാധാരാലോക്കോ ശെറ്റേരിയാന്തോരോലോ ചൂടാരം ചാരം രഗതം 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 ചിമിനി രിഗിതി രിഗിതി രിബിലി ലാദോരോ ശെറ്റേരി വൈണം ചാരം രഗതം രഗതം ചുടബല രഗടക രഗദര വൈണവരാജകരേ ജഗരാജകലം റികാരാധാര ശുഡബാ രഗതം റിമനി റിമനി ചിമിനി രിഗിതി 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 ലാശോ ടോരോ റോബോലോ റോ ടോരോ റിമാനാല ശംദാര ചൂടം ചാരം രഗതം രഗതം രഗദേര ബല ശംദാര ചുടബല രഗടക രഗദര വൈണം ചാരം രഗതം 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 റിമാന റികാരാധാര ശംദാരാല ചൂടം ചാരം രഗതം 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 റിമാന ശംദാര ചുടബല രഗടക രഗദര വൈണം ചാരം രഗതം 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 ചിമിനി രിഗിതി രിഗിതി രിബിലി ശംദാര ചൂടം ചാരം രഗതം രഗതം ഇന്ന് രാത്രികാല ആത്മശക്തി ചലിക്കട്ടെ ഇതിനകത്ത് ആത്മശക്തി ചലിക്കട്ടെ ലാ ഷഠ്യാര റിയാന്തോരോ ലോബോ റിയാന്തേരിയ വൈഡരശസി റിഖാരാല റിയാന്തോരോ ലോബോരോ റീമാന റിയാന്തേരിയ വൈഡം ചാരബലം റഗൽഖരാല റിയാന്തോരോ ലോബോരോ വൈഡം ചാരബല ശംദുരാന റിയാന്തോരോ ലോബോ റിഖാരാല റിയാന്തോരോ ലോബോരോ റാദൽ പ്രൈഡരാതരാല റിയാന്താരാല ബാര റീമാന റിയാന്തോരോ ലോബോരോ ലാതാരാല ബാ ശുഡബല രഗടക രഗദരാല ബ റിഖാരാല ബാര ശുഡബല രഗടക രഗദരാല ബ റിയാന്തോരോ ലോബോ വൈഡരശസ്യ റിമന ശംദുരാല ബ റഗൽഖരാല റിയാന്തോരോ ലോബോരോ ശുഡബാര രാദാര ബല റീമാന റിയാന്തോരോ ലോബോ ലാശെറ്റേരിയാന്തോരോ ലോബോ റീമാന റിയാന്തേരിയ രാദരാല റിഗൽഖരാല ബ ശുഡാരാല ബാര റീമാന റിയാന്തോരോ ലോബോ റിയാന്തേരിയ സെറ്റേരിയാന്തോരോ ലോബോ വൈണമന ശെറ്റേരിയാന്തേരിയ റിയാന്തോരോ ലോബോ റിഖാരാല റിയാന്തോരോ ലോബോ ലാശാചാര റിയാന്തേരിയ ജിമാരിയാന്തോരോ ലോബോ യേശുവേ അങ്ങില്ലെങ്കിൽ
എൻ ജീവിതം വെറും ശൂന്യമേ, യേശുവേ അങ്ങിലലിയുവാൻ മുഴുവനായി സമർപ്പിക്കുന്നേ. യേശുവേ അങ്ങില്ലെങ്കിൽ ജീവിതം വെറും ശൂന്യമേ, യേശുവേ അങ്ങിലലിയുവാൻ മുഴുവനായി സമർപ്പിക്കുന്നേ. എന്നെ മുറ്റും നീ കഴുകണമേ എന്നേശുവേ, നിന്നോടു ചേർന്നു ജീവിപ്പാൻ ഇടയാക്കണേ. എന്നെ മുറ്റും നീ കഴുകണമേ എൻ യേശുവേ, നിന്നോടു ചേർന്നു ജീവിപ്പാൻ ഇടയാക്കണേ. യേശുവേ അങ്ങില്ലെങ്കിൽ ജീവിതം വെറും ശൂന്യമേ, യേശുവേ അങ്ങിലലിയുവാൻ മുഴുവനായി സമർപ്പിക്കുന്നേ. യേശുവേ അങ്ങില്ലെങ്കിൽ ജീവിതം വെറും ശൂന്യമേ, യേശുവേ അങ്ങിലലിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നേ. എന്നെ മുറ്റും നീ കഴുകണമേ എൻ യേശുവേ, നിന്നോടു ചേർന്നു ജീവിപ്പാൻ ഇടയാക്കണേ. എന്നെ മുറ്റും നീ കഴുകണമേ എൻ യേശുവേ, എന്നോടു ചേർന്നു ജീവിപ്പാൻ ഇടയാക്കണേ. നിൻ സ്നേഹത്താൽ എന്നെ മറക്കണേ എന്നേശുവേ. വായ്കളെ തുറന്ന് നിൻ ശക്തിയാൽ എന്നെ പൊതിയണേ എന്നേശുവേ. നിൻ സാന്നിധ്യം എന്നെ നടത്തണേ എന്നേശുവേ. അങ്ങേ ദർശിപ്പാൻ എനിക്കാകണേ എന്നേശുവേ. നിൻ സ്നേഹത്താൽ എന്നെ മറക്കണേ എന്നേശുവേ. നിൻ ശക്തിയാൽ എന്നെ പൊതിയണേ എന്നേശുവേ. നിൻ സാന്നിധ്യം എന്നെ നടത്തണേ എൻ യേശുവേ. അങ്ങേ ദർശിപ്പാൻ എനിക്കാകണേ എന്നെ. കരങ്ങളെ ഉയർത്തി യേശുവേ അങ്ങില്ലെങ്കിൽ, യേശുവേ അങ്ങില്ലെങ്കിൽ ജീവിതം വെറും ശൂന്യമേ, യേശുവേ അങ്ങിലലിയുവാൻ എന്നെ മുഴുവനായി. രാത്രികാലം സമർപ്പണത്തോടെ പാടാൻ കഴിയുന്നവർ, യേശുവേ അങ്ങില്ലെങ്കിൽ ജീവിതം വെറും ശൂന്യമേ, യേശുവേ അങ്ങിലലിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നേ. എന്നെ മുറ്റും നീ കഴുകണമേ എൻ യേശുവേ, നിന്നോടു ചേർന്നു ജീവിപ്പാൻ ഇടയാക്കണേ. എന്നെ മുറ്റും നീ കഴുകണമേ എൻ യേശുവേ, നിന്നോടു ചേർന്നു ജീവിപ്പാൻ ഇടയാക്കണേ. എന്നെ മുറ്റും നീ കഴുകണമേ എൻ യേശുവേ, നിന്നോടു ചേർന്നു ജീവിപ്പാൻ ഇടയാക്കണേ. എന്നെ മുറ്റും നീ കഴുകണമേ എൻ യേശുവേ, നിന്നോടു ചേർന്നു ജീവിപ്പാൻ ഇടയാക്കണേ. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ സാന്നിധ്യത്തിനായി നന്ദി പറയുന്നു. പിതാവേ, അങ്ങയുടെ അസാധാരണമായ ദൈവമഹത്വം കാണുവാൻ അങ്ങ് സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. അങ്ങയുടെ മുഖം ദർശിപ്പാൻ, അങ്ങയുടെ സാന്നിധ്യത്തിൽ നടപ്പാൻ
അങ്ങയുടെ കാണാമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവ്. അങ്ങയുടെ സാന്നിധ്യത്താൽ ഞങ്ങളെ മറയ്ക്കണമേ പിതാവ്. അങ്ങയുടെ ആത്മപകർച്ചകൾ ഇന്ന് രാത്രികാലം നടക്കാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം. അങ്ങയുടെ നാമം ചൊല്ലി ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഞാൻ കരങ്ങളടിച്ച് കർത്താവിന്റെ മഹത്വം കൊടുത്താട്ടെ. ശാന്തമായിരുന്നാട്ടെ. ഹെവൻലി റവല്യൂഷൻ ചർച്ചിൻ്റെ 2025 ഫാസ്റ്റിംഗ് പ്രയറിൻ്റെ 3-ാമത്തെ ദിവസം 2-ാമത്തെ സെക്ഷനിലായിരിക്കാൻ കർത്താവ് കൃപ ചെയ്തു. ഈ യോഗത്തിലെ നിങ്ങളെല്ലാവരെയും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ വർഷത്തെ 3 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയറിൻ്റെ അവസാന ദിവസവും നാളെ ഉച്ചവരെയാണ് അവസാനിക്കുന്നതെങ്കിലും ഇന്ന് ഫാസ്റ്റിംഗ് പ്രയറിൻ്റെ അവസാന ദിവസമാണ്. നിങ്ങൾക്ക് കർത്താവ് ഒരു ആരാധന അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ അനുഗ്രഹമാക്കി തരുന്നതിന് കാരണം കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മീറ്റിങ്ങിൻ്റെ മധ്യേ ശുശ്രൂഷകൾ നഷ്ടപ്പെട്ട പലർക്കും ശുശ്രൂഷകൾ മടക്കി നൽകുകയും അതേപോലെ പുതിയ അന്യഭാഷകൾ, ദർശനങ്ങൾ, സ്വപ്നങ്ങളെല്ലാം കർത്താവ് മടക്കി നൽകിയതായി അറിയാൻ കഴിഞ്ഞു. അതിനേക്കാൾ ഉപരി ഹെവൻലി റവല്യൂഷൻ ചർച്ച് എന്താണെന്നും ആ ചർച്ചിനകത്തുള്ള ശുശ്രൂഷകൾ എന്താണെന്നും ഇനി അടുത്ത് വരാൻ പോകുന്ന 30 ദിവസം 90 ദിവസം എന്താണ് നടക്കുവാൻ പോകുന്നതെന്നും കർത്താവ് വെളിപ്പെടുത്തി. കർത്താവ് ഒരു സ്ഥലത്ത് നിന്ന സമയത്ത് കുറച്ച് പേർ ഭണ്ഡാരത്തിൽ പൈസ ഇടുന്നത് കണ്ടു. അതിൽ വലിയ വലിയ സാമ്പത്തികമുള്ള പരീക്ഷന്മാരും ന്യായശാസ്ത്രന്മാരും കൊണ്ടിട്ടു. ഇതെന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് അറിഞ്ഞുകൂടാ. ഇതൊന്നും അല്ല വിഷയം ഇതിനകത്ത് സംസാരിക്കേണ്ടത്. ഇന്നൊരു ആത്മപകർച്ചയുടെ ദിവസമാണ്. ഈ ആത്മപകർച്ചയോടൊപ്പം ഒരു സാമ്പത്തിക പകർച്ചയും ഇതിനകത്ത് വെളിപ്പെടും. ഒരു ഓപ്പൺ ഇതിനകത്ത് നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലാതെ കർത്താവ് എന്നെ ഈ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരുത്തി ഇങ്ങനെ കഥയൊന്നും പറയിക്കില്ല. അപ്പോൾ അതിനകത്തൊരു വിധവ അവളെ കൊണ്ട് കഴിയുന്നതിൻ്റെ മാക്സിമം ഇട്ടു. കർത്താവ് അവളെ സ്നേഹിച്ചു എന്നാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. നമ്മളെ കർത്താവ് പലപ്പോഴും സാമ്പത്തികമായി സ്നേഹിക്കാത്തതിന് കാരണം നമ്മുടെ കയ്യിലിരിപ്പാണ്. ഹല്ലേലൂയ. നമുക്ക് തന്നെ എത്ര കിട്ടിയാലും തികയുന്നില്ല, എന്നിട്ടല്ലേ ദൈവത്തിന് കൊടുക്കുന്നത്. ഇതിനകത്ത് വയലുകളുള്ള അല്ലെങ്കിൽ നെൽവിത്തുകൾ ഉള്ളവർക്കറിയാം, നമ്മൾ നെല്ല് കൊഴുത് വിത്തെടുത്ത് അല്ലെങ്കിൽ കതിരിനെ കൊയ്ത് അതിനെ അടിച്ചെടുക്കുന്ന സമയത്ത് ഏറ്റവും നല്ല നെല്ലിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വയ്ക്കും. എന്തിനെന്നറിയാമോ? എന്തിനു വേണ്ടി? ആരും വിതച്ചെടുത്തില്ല, വിത്തിന് വേണ്ടി. ഹല്ലേലൂയ. അടുത്ത വർഷം അല്ലെങ്കിൽ അടുത്ത സീസണിൽ വിതയ്ക്കുവാൻ വേണ്ടി കുറച്ച് നെല്ലെടുത്ത് മാറ്റി വയ്ക്കും. അതിനകത്ത് ആദ്യം എടുത്ത നെല്ല് അരിയാക്കി മാറ്റിയതിന് ശേഷം കുറച്ചെടുത്ത് വിൽക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്ത ശേഷം അടുത്ത സീസണിൽ അടുത്ത നെല്ലിൽ നിന്ന് മാത്രമേ അവർ ഭക്ഷണത്തിന് വേണ്ടി അരി കാണുകയുള്ളൂ. അതിൻ്റെ ഇടയിൽ ഒരു ബന്ധു വന്നെന്നോ ഒരു ചാർച്ചക്കാരൻ വന്നെന്നോ ഒരു വലിയ അത്യാവശ്യം വന്നെന്നോ പറഞ്ഞുകൊണ്ട് ഈ വിത്താകുന്ന നെല്ലിനെ എടുത്ത് എന്ത് ചെയ്യില്ല, മെതിക്കുകയോ പൊടിക്കുകയോ അല്ലെങ്കിൽ അതിനെ അരിയാക്കുകയോ ചെയ്യുകയില്ല. കാരണം ആ കർഷകനറിയാം അടുത്ത വർഷം ഈ വിത്തുണ്ടെങ്കിലേ എന്ത് ചെയ്യാൻ പറ്റൂ, വിതയ്ക്കുവാൻ പറ്റൂ. അത് 30, 60, 100 മേനിയായി കൊയ്യുവാനും കഴിയും. നമ്മളാവുന്ന ക്രിസ്ത്യാനി ആദ്യം പഠിക്കേണ്ടത് ദൈവത്തിന് വേണ്ടി വിതയ്ക്കേണ്ടത് ക്ലിയറായിട്ട് ദൈവത്തിന് വേണ്ടി വിതയ്ക്കണം. എന്നാൽ അടുത്ത സീസണിൽ കൊയ്യുവാൻ കഴിയും. അല്ല നമ്മളെ കയ്യിൽ കിട്ടുന്നതെല്ലാം ഇങ്ങനെ ഇരിക്കട്ടെ, പോക്കറ്റ് ചെറുതായി പോയി എന്ന് പറഞ്ഞ് ഇങ്ങനെ പെരുക്കി കാണിച്ചു കൊണ്ടിരുന്നാൽ നമ്മൾ പെരുക്കിക്കൊണ്ട് തന്നെ ഇരിക്കും. ഞാൻ ആ വിഷയം വിടുന്നു. ഏതെങ്കിലും ദിവസം ചർച്ചിനകത്ത് പഠിപ്പിക്കാം, അതാണല്ലോ ബെറ്റർ. ഇന്ന് ചർച്ചിൻ്റെ വെളിയിലുള്ള ആൾക്കാരുണ്ട്, അവർ വിചാരിക്കും ഇവൻ എപ്പോഴും പൈസയ്ക്ക് വേണ്ടിയാണ് നിൽക്കുന്നതെന്നായിരിക്കും. ഞങ്ങളെ തോന്നലാണ് കേട്ടോ, അങ്ങനെയൊന്നുമില്ല. ഹല്ലേലൂയ. തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയോട് ചോദിക്കണ്ട, അവർ പറഞ്ഞു തരും. ചിലപ്പോൾ സ്വോത്ര കാഴ്ചയിടാത്ത വ്യക്തിയാണ് ഇരിക്കുകയാണെങ്കിൽ പറയും ഈ പാസ്റ്റർ ഇങ്ങനെ തന്നെ എന്ന് പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മളിന്ന് തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവശക്തി എന്ന് പറയുന്ന വിഷയം നോക്കുവാനായി പോവുകയാണ്. ഒരു ദൈവ പൈതലിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളൊരു സംഭവമാണ് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം.
ഈ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം പ്രാപിച്ച വ്യക്തി തന്നെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കണമെന്നില്ല. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ നാളുകൾ പറഞ്ഞ ക്ലാസ്സാണ്, അല്ലെങ്കിൽ പഠിപ്പിച്ച കാര്യങ്ങളാണ്. പരിശുദ്ധാത്മാവിനെ ലഭിച്ചോ എന്നാണ് നമ്മളെല്ലാവരോടും ചോദിക്കേണ്ടതെങ്കിൽ ഇന്ന് കേരളക്കരയുടെ ട്രെൻഡ് അഭിഷേകം പ്രാപിച്ചോ എന്നാണ്. അഭിഷേകം എന്ന് പറഞ്ഞാൽ ഒരു അഭിഷിക്തനെ, ഒരു ദൈവദാസനെ പുറത്തെടുക്കുന്നതാണ് അഭിഷേകം. പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ പ്രവൃത്തിയാണ് അഭിഷേകം ചെയ്യുക എന്നുള്ളത്. എന്നാൽ ഒരു വിശ്വാസിയായി അവൻ സ്നാനമെടുത്ത് മാനസാന്തരപ്പെട്ട് സ്നാനമെടുത്ത് യേശുവിൽ ജീവിക്കുമ്പോൾ അവൻ ആരാകും? പരിശുദ്ധാത്മാവ് ലഭിച്ചവനാകും. അവൻ ദൈവത്തിൻ്റെ മകനായിത്തീരും. ഹല്ലേലൂയ. അങ്ങനെ മകനായി തീർന്ന ഒരു വ്യക്തി വീണ്ടും 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 ദൈവത്തോട് ചേർന്നിരുന്ന് ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് പ്രാപിച്ച് വരുമ്പോൾ അവൻ്റെ മേലെന്ത് വരും? ദൈവത്തിൻ്റെ അഭിഷേകം വരും. ഹല്ലേലൂയ. അങ്ങനെ അഭിഷേകം പ്രാപിച്ച ഒരു വ്യക്തിയുടെ മേൽ ഒരു ശുശ്രൂഷ വെളിപ്പെടും. ഏതെങ്കിലും ഒരു 5 ഫോൾഡ് മിനിസ്ട്രിയിൽ ഏതെങ്കിലും ഒരു ശുശ്രൂഷ വെളിപ്പെടും. ആ ശുശ്രൂഷ ലഭിച്ച ആൾ എന്ത് ശുശ്രൂഷയായാലും, ഇതിനകത്ത് എന്ത് ശുശ്രൂഷയുള്ള വ്യക്തികളായാലും, പ്രത്യേകിച്ച് ഇതൊരു അപ്പോസ്തലിക സഭയാണ്, അപ്പോസ്തലിക റവല്യൂഷൻ മിനിസ്ട്രിയാണ്. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകാൽ ഇതിനകത്തിരിക്കുന്ന പലരെയും, ഇന്ന് രാവിലെയും ഇന്നലെയൊക്കെ വന്ന ദൈവദാസന്മാർ ഓരോ നമ്മുടെ കുഞ്ഞുങ്ങളെയും മറ്റുള്ളവരുടെയൊക്കെ തലയിൽ കരം വെച്ചിട്ട് അല്ലെങ്കിൽ ചൂണ്ടിയിട്ട് നീ ഒരു പ്രൊഫറ്റാണ്, നീ ഒരു അപ്പോസ്തലനാണ്, നീ ഇന്നതാണെന്ന് പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ വരുന്ന സന്തോഷം മറ്റൊന്നിനും കിട്ടൂല. കാരണം എന്ന് പറഞ്ഞാൽ അവരത് തിരിച്ചറിയും മുന്നേ, ആ കുഞ്ഞുങ്ങൾ തിരിച്ചറിയും മുന്നേ എൻ്റെ കൈവയ്പിലൂടെ കർത്താവ് പകർന്നു കൊടുത്തതാണ് ആ പ്രൊഫറ്റിക് ശുശ്രൂഷ അല്ലെങ്കിൽ അപ്പോസ്തലിക ശുശ്രൂഷ. ഒലത്താനീര ദേശത്തിനകത്തും നെയ്യാറ്റിൻകര താലൂക്കിനകത്തും ഒരുപാട് സഭകളുണ്ടെങ്കിലും കർത്താവ് അങ്ങനെ ഒരു ശുശ്രൂഷ നൽകി എന്നെ മാനിച്ച് നിർത്തിയിരിക്കുന്ന ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. പ്രത്യേകം നമ്മുടെ സഭയിൽ വരുന്നവരെല്ലാം ശുശ്രൂഷക്കാരാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. സാധാരണ ഒരു വിശ്വാസിയെക്കാളും ശുശ്രൂഷക്കാർ ഇതിനകത്ത് നിലനിൽക്കുന്നതിനെ ഓർത്ത് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. 5 ഫോൾഡ് മിനിസ്ട്രി ഉള്ള വ്യക്തികൾ ഇതിനകത്ത് നിന്ന് എഴുന്നേൽക്കുമെന്ന്, ആ വ്യക്തികൾ ഈ സഭ പണിയുമെന്നും ഇന്ന് വന്ന അഭിഷിക്തോടെ പ്രവചിച്ചു. അതിനായി കർത്താവിനെ നന്ദി പറയുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തി അഭിഷേകം പ്രാപിച്ചാൽ ആ വ്യക്തി പിന്നീട് കാത്തിരിക്കണം. ഹല്ലേലൂയ. അതായത് ആദ്യം ഒരു വ്യക്തി മാനസാന്തരപ്പെടണം, യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കണം, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിച്ച് തുടങ്ങുമ്പോൾ തന്നെ അവൻ അന്യഭാഷയോടൊപ്പം ദൈവത്തെ സ്തുതിച്ച് തുടങ്ങും. അങ്ങനെ സ്തുതിച്ച് വരുമ്പോൾ അവൻ്റെ ആഗ്രഹവും വാഞ്ചയും ഉണ്ടെങ്കിൽ അവൻ ഒരു അഭിഷിക്തനായി അല്ലെങ്കിൽ അഭിഷേകമുള്ള വ്യക്തിയായി തീരും. ഈ അഭിഷേകമുള്ള വ്യക്തി വീണ്ടും കാത്തിരുന്ന കർത്താവിൻ്റെ സന്നദ്ധിയിൽ പുതുക്കം പ്രാപിച്ച് തൻ്റെ മേൽ കിടക്കുന്ന ശുശ്രൂഷയ്ക്ക് ശക്തി വേണമെന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ അവൻ്റെ മേൽ ദൈവശക്തി വെളിപ്പെടും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ശക്തി എന്ന് പറയുന്ന പദം ഏതൊക്കെ വാക്യങ്ങൾ ബൈബിളിനകത്തുണ്ടോ അതെല്ലാം മൂലഭാഷയിൽ പറയുന്ന ഡൈനാമിക് എന്ന് പറയുന്ന വാക്കാണ്, അല്ലെങ്കിൽ ഡുനാമിക്സ് എന്ന് പറയുന്ന വാക്കാണ്. ആ വാക്കിൻ്റെ അർത്ഥം അളക്കുവാൻ കഴിയാത്തൊരു ശക്തി എന്നാണ് തിരുവചനം പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം. ആ ഡുനാമിക്സ് എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ് ഡൈനാമിക് എന്ന് പറയുന്ന വാക്ക് വന്നത്. ഡൈനാമിക് അല്ലെങ്കിൽ അതിനകത്തുനിന്ന് വന്ന വാക്കാണ് അണുബോംബിനെ പോലെ ഉള്ള ശക്തി എന്നാണ് അതിൻ്റെ അർത്ഥം. അണുബോംബ് കൊണ്ടിടുമ്പോൾ അതിൻ്റെ അളവ് അറിയാൻ പറ്റൂല. ഹല്ലേലൂയ. നാഗസാക്കിയിലും ഹിരോഷിമയിലും ഇട്ട അണുബോംബിൻ്റെ ശക്തി ഇന്നും എത്രയോ കൊല്ലം മുന്നേ ഇട്ടത് ഇപ്പോഴും വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത് പോലെ ഒരുവൻ്റെ മേൽ ദൈവശക്തി വെളിപ്പെട്ടാൽ അവൻ ഓരോ ദിവസവും പുതുക്കം പ്രാപിച്ച് ശക്തി പ്രാപിച്ച് വളർന്നുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മളൊരു അഭിഷിക്തനാണെങ്കിൽ അല്ലെങ്കിൽ കർത്താവിൽ വിശ്വസ്തനായി ജീവിക്കുന്ന ഒരു ശുശ്രൂഷക്കാരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ ശക്തിയോടെ കർത്താവിന് വേണ്ടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നീ ദൈവശക്തിക്ക് വേണ്ടി കരയണം, ദൈവശക്തിക്ക് വേണ്ടി കർത്താവിനോട് യാചിക്കണം, ദൈവശക്തിക്ക് വേണ്ടി കർത്താവിനോട് അതിൻ്റെ അളവ് ചോദിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ അളവ് ചോദിച്ചില്ലെങ്കിൽ കുഴപ്പം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു സ്റ്റേജിൽ നിൽക്കുകയാണ് അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ഇതിനകത്ത് ഫ്രണ്ടിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് മാത്രം ചിലപ്പോൾ ഒരു ചലനം ഉണ്ടാവും, ബാക്കിലോട്ട് ഒരു ചലനവും ഉണ്ടാകില്ല. കാരണം നിൻ്റെ ഡിസ്റ്റൻസ്, നീയും ആ വ്യക്തിയുമായുള്ള ഡിസ്റ്റൻസ് പോലെ നമ്മുടെ മേൽ, അതായത് എൻ്റെ മേൽ ഇപ്പോൾ ദൈവശക്തി ഉണ്ടെങ്കിൽ ഈ ദൈവശക്തി ഒരു റൗണ്ട് പോലെ ഇതിനകത്ത് വ്യാപരിക്കും. ഹല്ലേലൂയ. ഈ വ്യാപരിക്കുന്ന ദൈവശക്തി ഒരു പരിധി വിട്ടപ്പുറത്ത് പോകണമെങ്കിൽ നമ്മൾ പുതുക്കം പ്രാപിച്ച് നമ്മുടെ കുറവുകളെ മാറ്റിവെച്ച് പ്രാർത്ഥിച്ച് കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്ത് ഈ ശക്തി വർദ്ധിപ്പിച്ചുകൊണ്ടേ
ഇരിക്കണം. നിങ്ങൾ എത്രത്തോളം ശക്തി വർദ്ധിപ്പിക്കുന്നു അത്രത്തോളം ശക്തനായ ഒരു അഭിഷിക്തനായി കർത്താവ് പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം മതി, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചാൽ മതി. നമുക്കൊരു വിശ്വാസി തുടങ്ങണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ വിശ്വാസത്തിൽ പ്രാപിച്ചാൽ മതി. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, കർത്താവിന് വേണ്ടി ജീവിക്കണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചാൽ മതി. പക്ഷേ ദൈവത്തിന് വേണ്ടി ജീവിക്കണം, ഒരു അഭിഷിക്തനായി ജീവിക്കണം, ഒരു ശുശ്രൂഷക്കാരനായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ എന്ത് പ്രാപിച്ചിരിക്കണം? ശക്തി പ്രാപിക്കണം. ഹല്ലേലൂയ. നീ ഒരു പ്രൊഫറ്റ് എന്ന് പറഞ്ഞാൽ പ്രാവചനിക ആത്മാവാകുന്ന ദൈവശക്തി നിൻ്റെ മേൽ വന്നിരിക്കണം. അതിന് നീ വില കൊടുക്കണം. നീ ഒരു അപ്പോസ്തലനാണെങ്കിൽ അപ്പോസ്തലിക ശുശ്രൂഷയ്ക്കുള്ള ശക്തി നിൻ്റെ മേൽ വരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ അളവറ്റ വലിപ്പമില്ലാത്ത അളവറ്റ ശക്തി നിൻ്റെ മേൽ വരണമെങ്കിൽ നീ എന്ത് ചെയ്യണം എന്നറിയാമോ? നീ വില കൊടുക്കണം. ഹല്ലേലൂയ. ദൈവം ആദ്യം നിൻ്റെ മേൽ അയച്ച പരിശുദ്ധാത്മാവിന് വില കൊടുത്ത്, ആ പരിശുദ്ധാത്മാവിനാൽ നിൻ്റെ മേൽ പകർന്ന അഭിഷേകത്തിന് വില കൊടുത്ത്, ആ അഭിഷേകത്തിൻ്റെ ശക്തി നീ വർദ്ധിപ്പിച്ച്, ആ അഭിഷേകത്തിൽ നിന്നുകൊണ്ട് നിനക്ക് കിട്ടിയ ശുശ്രൂഷകൾ ചെയ്താൽ മാത്രമേ നീ അടുത്ത തലത്തിൽ കയറൂ. ഹല്ലേലൂയ. വീണ്ടും വരട്ടെ വരട്ടെ എന്ന് പറഞ്ഞാൽ ദൈവം തരില്ല. നമ്മളെ മേൽ പകർന്ന, അതായത് കർത്താവിൻ്റെ മേൽ പകർന്നതും അപ്പോസ്തലന്മാരുടെ മേൽ പകർന്നതും നമ്മുടെ മേൽ പകർന്നതും ഒരേ ദൈവശക്തിയാണ്. ഹല്ലേലൂയ. ആ ദൈവശക്തി എങ്ങനെ നമ്മൾ വ്യാപാരം ചെയ്യുന്നു അതേപോലെ ആയിരിക്കണം നമ്മുടെ മേൽ നിന്ന് അത് വ്യാപാരം ചെയ്യുന്നത്, അല്ലെങ്കിൽ വർദ്ധിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ഒരു പ്രത്യേകത കൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നു, അന്യഭാഷ കിട്ടി, നമ്മൾ മതി, സ്റ്റോപ്പ്. ഹല്ലേലൂയ. ഞാൻ ഈ സഭയിൽ എപ്പോഴും പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, അന്യഭാഷ ഒരു വാക്ക് കിട്ടിയാൽ അടുത്തെന്ത് ചെയ്യണം? 2 വാക്കിന് വേണ്ടി പ്രാർത്ഥിക്കണം. അന്യഭാഷ ഒരു വാക്കാണ് നിങ്ങൾക്ക് കിട്ടിയത്, അതിൻ്റെ ഇരട്ടിയായി നിങ്ങൾ പ്രാപിച്ചെടുക്കണം. ഹല്ലേലൂയ. ഓരോ ദിവസവും കർത്താവിനോട് ചോദിക്കണം, കർത്താവ് ഇത് പോരാ, എന്നെ കുറച്ചുകൂടെ നിറയ്ക്കണം, അങ്ങയുടെ സാന്നിധ്യത്തെ നിറയ്ക്കണം, അങ്ങയുടെ ശക്തിയാൽ നിറയ്ക്കണം, എൻ്റെ സ്വഭാവത്തെ മാറ്റണം, എൻ്റെ വാക്കിനെ മാറ്റണം, എൻ്റെ പ്രവൃത്തിയെ മാറ്റണം, എന്നെ പൂർണ്ണമായും അങ്ങയുടെ നാമത്തിൽ ഉപയോഗിക്കണം, അങ്ങയുടെ കരത്തിൽ ആയുധമാക്കി തീർക്കണമെന്ന് പറയണം. ഹല്ലേലൂയ. ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ച് എടുക്കുന്നവനെയാണ് പിശാചിന് പേടി, പ്രതികൂലങ്ങൾക്ക് പേടി, പ്രശ്നങ്ങൾക്ക് പേടി. ഹല്ലേലൂയ. അല്ലാതെ ഒരു വിശ്വാസിയായി കടന്നു കഴിഞ്ഞാൽ, ഒരു വിശ്വാസിയായിരുന്നാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ദൈവദാസൻ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുമായിരിക്കാം, ഇടിവിൽ നിൽക്കുമായിരിക്കാം, അത് അഭിഷിക്തനായാലും വേണം. പക്ഷേ ഇതെല്ലാം ചെയ്യുമായിരിക്കാം. നിങ്ങൾ എന്നും ആരെ പേടിച്ച് ജീവിക്കേണ്ടി വരും? സാത്താനെ പേടിച്ചും ലോകത്തെ പേടിച്ചും നിങ്ങൾക്ക് ജീവിക്കേണ്ടി വരും. ഹല്ലേലൂയ. ഒരു ആത്മീയ കൂട്ടായ്മയിൽ പോയി കരമടിച്ച് ഭയങ്കരമായ ശക്തി ലഭിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ വെളിയിൽ പോകുമായിരിക്കാം. അടുത്ത് കുറച്ച് മണിക്കൂർ കഴിയുമ്പോൾ, അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ പഴയ വ്യക്തിയായിട്ട് മാറുന്നതിന് കാരണം ദൈവശക്തിയെ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ സ്വീകരിക്കാത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ ശക്തി നമുക്കിന്ന് ഈ രാത്രികാലം പ്രാപിക്കണം. നമുക്കെല്ലാവർക്കും എഴുന്നേൽക്കാം, ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കാം. കഴിഞ്ഞ നാളുകൾ ദൈവശക്തി പകർന്ന വ്യക്തികളും കഴിഞ്ഞ നാളുകൾ ശുശ്രൂഷ പകർന്ന വ്യക്തികളും, ചിലപ്പോൾ നിൻ്റെ കുഞ്ഞിൻ്റെ മേലായിരിക്കും ഒരു ദൈവിക ശുശ്രൂഷ ഉണ്ടെന്ന് ദൈവാത്മാവ് പറഞ്ഞത്. നിൻ്റെ കുഞ്ഞിന് വേണ്ടിയായിരിക്കും ദൈവാത്മാവ് പറഞ്ഞത്. പക്ഷേ ആ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരുവാൻ അപ്പനും അമ്മയ്ക്കും എന്ത് വേണം? ദൈവശക്തി വേണം. നിൻ്റെ കുടുംബത്തെ നോക്കിയായിരിക്കും കർത്താവ് ഒരു കാര്യം പ്രവചിച്ചത്. അത് ലഭിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മശക്തി, ദൈവിക ശക്തി നിൻ്റെ മേൽ വരണം. വചനവുമായി നീ നിനക്ക് ദേശത്തിൻ്റെ അറ്റത്തോളം നിൽക്കണമെങ്കിൽ എന്ത് വേണം? ദൈവശക്തി വേണം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ, എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ആരും കാഴ്ചക്കാരായി നിൽക്കരുത്. ഇന്ന് രാത്രികാലം ദൈവ സാന്നിധ്യം വെളിപ്പെടുവാൻ എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഈ സെക്കൻഡുകളിൽ, ഈ ആദ്യത്തെ സെക്കൻഡുകളിൽ തന്നെ ദൈവശക്തി ചിലരുടെ മേൽ ചലിക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറയും. നിനക്ക് ഇഹലോക ജീവിതത്തിനകത്ത് ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ തക്കവണ്ണം ഒരു ശക്തി, ഒരു സാന്നിധ്യം ചിലരുടെ മേൽ ഇന്ന് ഈ സമയത്ത് അവരുടെ ഉച്ചം തല മുതൽ ഉള്ളം കാല് വരെ ചലിക്കുമെന്ന് പരിശുദ്ധാത്മാവിനാൽ ദൂത് പറയുന്നു. ഇന്ന് ഈ രാത്രികാലം ഒന്ന് സ്വീകരിച്ചാട്ടെ. നീ ഇന്ന് വരെ ജീവിച്ചതുപോലെയല്ല, ഇതുവരെ നടന്നതുപോലെയല്ല, ഇതുവരെ നീ കണ്ടതല്ല അടുത്ത നിമിഷം കാണുവാൻ പോകുന്നത്. നിന്റെ സാഹചര്യം മാറുവാൻ
നീ ആളുമാറിയവനെ പോലെ, ആളുമാറിയവളെ പോലെ നിൽക്കുവാൻ തക്കവണ്ണമുള്ളൊരു ശക്തി ഒരു മനുഷ്യന് ഒരു നിമിഷം കൊണ്ട് മാറണമെങ്കിൽ ദൈവശക്തി അവൻ്റെ മേൽ ചലിച്ചേ പറ്റൂ. ഒരു വ്യക്തി ദൈവത്തിൻ്റെ അസാധാരണമായ ശക്തി ചലിച്ചിട്ടുണ്ടെങ്കിൽ, തുടർന്നുള്ള സമയങ്ങളിൽ ഞാൻ സംസാരിക്കും, ശക്തി ചലിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ജീവിതത്തിനകത്ത് അവൻ അന്ന് വരെ കാണാത്തതും അവൻ അന്ന് വരെ കേൾക്കാത്തതും അവൻ അന്ന് വരെ അറിയാത്തതുമായ ഒരു സാന്നിധ്യത്തിലേക്ക്, ഒരു തലത്തിലേക്ക് ഉയർത്തപ്പെടുന്നത് പോലെ ഈ നാച്ചുറൽ തലത്തിൽ നിന്ന് സൂപ്പർ നാച്ചുറൽ തലത്തിലേക്ക് ചില വ്യക്തികളെ ഈ നിമിഷം കർത്താവ് മാറ്റുന്നു. നാച്ചുറൽ തലത്തിൽ നിന്ന് സൂപ്പർ നാച്ചുറൽ പ്രതലത്തിലേക്ക് കർത്താവ് ചിലവരെ സീസൺ ചേഞ്ച് ആക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. ചിലരുടെ ജീവിത ശൈലികൾ മാറുവാൻ പോകുന്നു. ഇന്ന് ഈ ആരാധനയ്ക്ക് കടന്നു വന്നതുപോലെ അല്ല മടങ്ങിപ്പോകുന്നെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. ഇന്ന് വരെ നീ കണ്ട മിസ്രയീമ്യർ നിന്റെ മുന്നിൽ നിൽക്കാതെ വണ്ണം ചിലരുടെ ജീവിതത്തിനകത്ത് പുതിയൊരു ദൈവശക്തി, ഇന്ന് വരെ കാണാത്തൊരു ദൈവശക്തി, പവർഫുൾ ദൈവ മിനിസ്ട്രി. ചിലർ പവർഫുള്ളായ ദൈവത്തിന്റെ മിനിസ്ട്രിയിലേക്ക് പ്രവേശിക്കുന്നു. ഇന്ന് വരെ കാണാത്തൊരു ദൈവ സാന്നിധ്യത്തിലേക്ക് ചിലരുടെ ശരീരത്തിൽ നിന്ന് ആ ശക്തി പുറത്തേക്ക് ഒഴുകുവാൻ തക്കവണ്ണം, ചിലരുടെ ശരീരത്തിൽ നിന്ന് പുതിയ ശക്തി, പുതിയ സാന്നിധ്യം വെളിപ്പെടുന്നത് പോലെ ചിലരുടെ സ്വഭാവം മാറുന്നു, വാക്ക് മാറുന്നു, സംസാരം മാറുന്നു, ജീവിത ശൈലികൾ മാറുന്നു, ഉപജീവന മാർഗത്തിന്റെ ലെവല് മാറുന്നു. ദൈവശക്തി, ദൈവശക്തി, സൂപ്പർ നാച്ചുറൽ, സൂപ്പർ നാച്ചുറൽ, സൂപ്പർ നാച്ചുറൽ സാന്നിധ്യം, സൂപ്പർ നാച്ചുറൽ പ്രസൻസ്. കർത്താവ് ഇറങ്ങി വന്ന് ചിലരെ ഇപ്പോൾ നിറയ്ക്കുന്നു. ചിലരുടെ ജീവിതത്തിനകത്ത് സാത്താനിട്ട ഫുൾ സ്റ്റോപ്പിൽ നിന്ന് പുതിയത് തുടങ്ങുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. ചിലർക്ക് ബൗണ്ടറി വരച്ചെടുത്തെന്ന് പുതിയൊരു വഴി ഓപ്പൺ ആകുന്നെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. ഇപ്പോൾ ചലിക്കുന്ന ദൈവശക്തിയാൽ ചിലർ മതിലുകളെ ചാടിക്കിടക്കുമെന്ന്, ചിലരുടെ മുന്നിൽ എരിഹോൻ മതിലുകൾ ഇടിയുമെന്ന്. ഇന്ന് വരെ നീ കണ്ടത്, ഇന്ന് വരെ നീ കേട്ടത് നിന്റെ മനസ്സിൽ തോന്നിയതല്ല, ആരുടെയും ഹൃദയത്തിൽ തോന്നാത്തത്, ആരുടെയും ചിന്താമണ്ഡലത്തിൽ വരാത്തത്, ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ ചില വ്യക്തികളുടെ മേൽ ദൈവത്തിന്റെ അസ്ത്രീ പ്രസരം. ചിലരെ കർത്താവിന്റെ കരത്തിൽ ആയുധങ്ങളാക്കി തീർക്കും. നല്ല മൂർച്ചയുള്ള ആയുധങ്ങളായി നിന്റെ ദേശത്തിനകത്ത്, നിന്റെ കുടുംബത്തിനകത്ത് ഉപയോഗിക്കുവാൻ തക്കവണ്ണം, നിന്റെ ചാർച്ചക്കാരുടെ ഇടയിൽ ഉപയോഗിക്കുവാൻ തക്കവണ്ണം, നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനെന്ന് അറിയിക്കുന്ന രീതിയിൽ, നിന്നെ വിളിച്ചത് ഞാനാണെന്ന് പറയത്തക്ക രീതിയിൽ ദൈവം ചില വ്യക്തികളെ ആളുമാറിയവരെ പോലെ കർത്താവ് ഈ സമയത്ത് തന്നെ അങ്ങ് വലിയത് ചെയ്യുന്നതിനായി നന്ദി. ഇന്ന് ഈ ദൈവശക്തി ചലിക്കുന്ന ഈ വ്യക്തികൾ നാഥ കർത്താവേ, നാളെയല്ല കർത്താവേ, ഈ നിമിഷം മുതൽ
ഈ 8 മണി മുതൽ ആളോ മാറിയവരെ പോലെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, അവർ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, അവർ ദേശത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ഇവരെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കും. നിങ്ങളുടെ പ്രവൃത്തി വെളിപ്പെടും. നിങ്ങളുടെ കൃപയും സാന്നിധ്യം മഹത്വം വ്യാപരിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ. ഈ സമയം ദൈവ സാന്നിധ്യം, ദൈവശക്തി ചലിച്ച എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, കഴിഞ്ഞ നിമിഷം വരെ ഇനി ഞാൻ ജീവിക്കരുത്. കർത്താവേ, പ്രാർത്ഥിച്ചാട്ടെ. കഴിഞ്ഞ നിമിഷം വരെ ഞാൻ ജീവിച്ചതുപോലെ ഇനി ജീവിക്കരുത്. ഇതുവരെ എൻ്റെ മുന്നിൽ നിന്ന ദാരിദ്ര്യം, എൻ്റെ മുന്നിൽ നിന്ന രോഗം, എൻ്റെ മുന്നിൽ നിന്ന വിഷയങ്ങൾ ഇനി എന്നെ ഭരിക്കരുത്. ഇന്നു മുതൽ എന്നെ ഭരിക്കുന്നത് അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആയിരിക്കട്ടെ. ഞാൻ എൻ്റെ ദേശത്തിനകത്ത് എൻ്റെ ജീവകാലം മുഴുവൻ കർത്താവിൻ്റെ ആയുധമായി തീരുവാൻ, ഞാൻ സംസാരിക്കുന്ന ഓരോരുത്തരും കർത്താവിൻ്റെ നാമത്തിൽ പ്രയോജനപ്പെടുവാൻ, അങ്ങയുടെ രാജ്യത്തിന് പണിയപ്പെടുന്ന ഒരു ആയുധമാക്കി എന്നെ തീർക്കണം. അങ്ങയുടെ പ്രവൃത്തി വെളിപ്പെടണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ. നിന്റെ മേൽ ഈ നിമിഷങ്ങളിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ദൈവശക്തിയുടെ പവർ എന്താണെന്ന് നീ അറിയണം. ചുമ്മാ കരമടിച്ച് ചുമ്മാ കളയാനുള്ളതല്ല നിന്റെ മേൽ പകർന്ന് തരുന്ന ഈ അഭിഷേകം, ഈ ഡുനാമിക്സ് പവർ. നിന്നെ ആളോ മാറിയവനെ പോലെ, മാറിയവളെ പോലെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാനാണ് കർത്താവ് ഈ ശക്തി നിന്റെ മേൽ അയക്കുന്നത്. നമ്മളെന്ത് ചെയ്യുന്നു അറിയാമോ? നമ്മൾ ഈ ശക്തി കർത്താവിൽ നിന്ന് പ്രാപിച്ചിട്ട് ഒരു റൗണ്ട്, ഒരു സർക്കിൾ വരച്ച് അതിനകത്തങ്ങിരിക്കും. ഞാൻ അനങ്ങൂല, ഇതിനകത്ത് നീ ഇറങ്ങി വന്ന് വേണമെങ്കിൽ എല്ലാം ഒക്കെ ചെയ്തിട്ട് പോയിക്കൊള്ളാൻ പറയും. എന്നിട്ട് നമ്മളെ പേരെന്തോന്നാണ്? വിശ്വാസി. നമ്മൾ ഇതിൻ്റെ അപ്പുറത്ത് ഒരു കാര്യവും ചെയ്യില്ല. നീ വേണമെങ്കിൽ എന്നെ ഉപയോഗിച്ചോ. പക്ഷേ ഞാൻ പറയുന്നു, ഇന്ന് രാത്രികാലം ശക്തി ചലിക്കുന്നവൻ ആ സർക്കിൾ വെച്ച് പുറത്തിറങ്ങണം. എന്നിട്ട് നീ പൂർണ്ണമായും ധൈര്യത്തോടെ ദൈവം നിൻ്റെ മേൽ പകർന്ന ആ ശക്തി എന്താണെന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം. മറ്റുള്ളവരോട് പറഞ്ഞു തുടങ്ങണം, നിനക്കൊരു ദൈവമുണ്ട്, ആ ദൈവം നിൻ്റെ മേൽ ദൈവ സാന്നിധ്യം പകർന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി, ഉള്ളം കൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് നീ നിൻ്റെ കാര്യാദികൾ തുടങ്ങണം. എത്ര പേർ റെഡിയാണ്? നീ അങ്ങനെ ചെയ്താൽ ഈ നാളുകളിൽ ഈ ഉണർവിൽ നീയും പങ്കാളിയാകും. നിൻ്റെ സ്ഥാപനത്തിൽ, നീ ജോലി സ്ഥലം, നിൻ്റെ കുടുംബക്കാരുടെ ഇടയിൽ നീ ആരുടെ മുന്നൊക്കെ തല കുനിച്ചോ അവരുടെ മധ്യേ കർത്താവ് നിന്നെ ഒരു ദൈവദാസനായി, ദാസിയായി മാറ്റും. കാരണം കർത്താവ് ആർക്കും കടക്കാരനല്ല. ദൈവം ഒരുവൻ്റെ മേൽ പകരുന്ന ശക്തി, ആ ശക്തിയാൽ നിൻ്റെ മേൽ കിടക്കുന്ന സർവ്വ കെട്ടുകളും അഴിയും. നിൻ്റെ മേൽ പരിധിയിട്ട എല്ലാ പരിധികളും പൊളിയും. നിനക്ക് ഫുൾ സ്റ്റോപ്പ് ഇട്ടെടുത്തെന്ന് ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെട്ട് നിന്നെ അടുത്ത അധ്യായത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. നീ ഫുൾ സ്റ്റോപ്പ് ഇട്ട് കാണും. നിൻ്റെ ജീവിതം ഇത് മതിയെന്ന് പറഞ്ഞു കാണും. നാളെ എനിക്ക് ജീവിക്കേണ്ടെന്ന് പറഞ്ഞു കാണും. പക്ഷേ ദൈവത്തിൻ്റെ ശക്തി ഒരുവൻ്റെ മേൽ വന്നാൽ, ഒരു വ്യക്തിയുടെ മേൽ വന്നാൽ, ഒരു കുഞ്ഞിൻ്റെ മേൽ വന്നാൽ, അവൻ ആളോ മാറിയവനെ പോലെ കർത്താവിന് വേണ്ടി ജീവിക്കും. അവൻ അടുത്ത ദിവസങ്ങൾ എന്ത് ചെയ്യുവാൻ പോകുന്നെന്നോ, അടുത്ത സെക്കൻഡിൽ അവനിലൂടെ എന്താണ് ദൈവം ആഗ്രഹിക്കുന്നതെന്നോ, ദൈവം അവനെ എങ്ങനെയാണ് ഉപയോഗിക്കാൻ പോകുന്നതെന്നോ അവന് പോലും അറിയാൻ പറ്റില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിൻ്റെ മേൽ ദൈവശക്തി ഉണ്ടെങ്കിൽ നിനക്ക് ധൈര്യമായിട്ട് നിന്ന് ശുശ്രൂഷിക്കാൻ കഴിയും. നിൻ്റെ മേൽ ദൈവശക്തി ഉണ്ടെങ്കിൽ നിനക്ക് ധൈര്യമായി നിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന പ്രതികൂലത്തോട് ആജ്ഞാപിക്കുവാൻ കഴിയും. കാരണം നിൻ്റെ മേൽ കിടക്കുന്നത് ഡുനാമിക്സ് പവറാണ്. ഈ ലോകത്തെ ഉണ്ടാക്കിയ ദൈവത്തിൻ്റെ ശക്തിയാണ്. അതിൻ്റെ മുന്നിൽ നിൽക്കുവാൻ ഒരു ശക്തികൾക്കും കഴിയില്ല. യേശുക്രിസ്തുവിൻ്റെ നാമത്താലാണ് നീ ശക്തി പുറപ്പെടുവിക്കുന്നുണ്ടെങ്കിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകളെ മടക്കിയ ക്രിസ്തു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൻ്റെ ശക്തിയാൽ അവ നിൻ്റെ മുന്നം കീഴടങ്ങുക തന്നെ ചെയ്യും. അത് ഇന്ന് നിൻ്റെ മുന്നേ വെല്ലുവിളിച്ച് നിൽക്കുന്ന എന്ത് വിഷയമായാലും നീ കർത്താവിനോട് പറ, ദൈവം എൻ്റെ മേൽ അയച്ചിരിക്കുന്ന ശക്തിയാൽ ഞാൻ മതിലുകൾ ചാടിക്കടക്കും.
എൻ്റെ മുന്നിൽ ഇനി തടസ്സങ്ങൾക്ക് ഒരു ന്യായവും പറയുവാൻ എൻ്റെ മുന്നിൽ ഒരു തടസ്സങ്ങൾക്കും നിൽക്കുവാൻ കഴിയില്ലെന്ന് ഞാൻ അറിയുന്നു എന്ന് പറ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം. അവൻ അനീതിയുടെ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവ് ഒരുവൻ്റെ മേൽ വന്നാലേ ദൈവസാക്ഷിയാകുവാൻ കഴിയും. ഹല്ലേലൂയ. ഇന്ന് ഞാൻ എന്ത് സംസാരിച്ചു തുടങ്ങിയാലും, എൻ്റെ സ്ഥാപനത്തിൻ്റെ കാര്യവും എൻ്റെ കുടുംബകാര്യവും എന്ത് സംസാരിച്ചു തുടങ്ങിയാലും അതിനകത്ത് ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ പറയും ദൈവം കരുതിക്കൊള്ളും. അല്ലെങ്കിൽ കർത്താവിനെക്കുറിച്ച് അറിയാതെ ഒരു വാക്കെങ്കിലും പറയുന്നത് ആ ദൈവത്തിൻ്റെ ശക്തി എൻ്റെ മേൽ ചലിക്കുന്നത് കൊണ്ടാണ്. നിനക്ക് ദൈവത്തിൻ്റെ സാക്ഷിയാകണമെങ്കിൽ ആദ്യം നീ ആരെ സ്വീകരിക്കണം? പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി കാത്തിരിക്കണം. ദൈവശക്തി സ്വീകരിക്കണം. ഹല്ലേലൂയ. ഇതിനകത്ത് സഹോദരന്മാർക്കും സഹോദരിമാർക്കും സ്വീകരിക്കാം കേട്ടോ. ഇതിനകത്ത് പവർഫുൾ മിനിസ്ട്രി എന്ന സഹോദരിമാരുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നിങ്ങളെ തൊട്ടടുത്തേക്ക് ഇരിക്കുന്ന വ്യക്തികളെ നോക്കി വെക്കണം. ഇന്നല്ലെങ്കിൽ നാളെ കർത്താവ് വലിയ രീതിയിൽ ഉപയോഗിക്കുന്നത് കാണാൻ പറ്റും. ഹല്ലേലൂയ. ഞാൻ വെറുതെ ഒന്ന് പ്രവചിച്ചോട്ടെ, ഏറ്റെടുക്കാൻ പറ്റുന്നവർ ഏറ്റെടുത്താട്ടെ. ഇതിലിരിക്കുന്ന പലരും വലിയ പോസ്റ്ററുകളിൽ ഫോട്ടോയായി വരും. ശക്തരായ ശുശ്രൂഷക്കാരായി വെളിപ്പെടും. വലിയ വലിയ സ്റ്റേജിൽ നിൽക്കുന്ന വ്യക്തികൾ ഇതിനകത്തുണ്ട്. ഇന്ന് കാണുമ്പോൾ പൊട്ടത്തരമായിട്ട് നിങ്ങൾക്ക് തോന്നും. പക്ഷേ ലോക രാജ്യങ്ങളുടെ വിസ അടിച്ച് 10ഉം 20ഉം പാസ്പോർട്ട് കയ്യിൽ വെക്കാൻ പോകുന്ന ആൾക്കാർ ഇതിനകത്ത് ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി പാസ്പോർട്ട് തികയാതെ വീണ്ടും വീണ്ടും പാസ്പോർട്ട് അടിക്കാൻ പോകുന്ന വ്യക്തികൾ ഇതിനകത്തുണ്ടെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. നിന്നെ കർത്താവ് ശക്തമേറിയ രീതിയിൽ ഉപയോഗിക്കും. അപ്പോൾ ആ ശക്തി ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? കഴിഞ്ഞ നാളുകൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ശക്തിക്ക് വേണ്ടി കാത്തിരിക്കണം. പരിശുദ്ധാത്മാവിന് ലഭിച്ചവർ ആദ്യം എന്ത് ചെയ്യണം? ശക്തിക്ക് വേണ്ടി കാത്തിരിക്കണം. ഭൗതിക ശരീരത്തിൽ നമ്മുടെ ഈ ബോഡിക്ക് ആരോഗ്യവും ശക്തിയും ഭക്ഷണവും കഴിച്ച് എക്സർസൈസ് ചെയ്യുകയും ചെയ്യുന്നത് പോലെ, ശക്തി ലഭിക്കാൻ എക്സർസൈസ് ചെയ്യുന്നത് പോലെ ആത്മീക മനുഷ്യൻ ശക്തി ലഭിച്ചാൽ മാത്രമേ ഈ ലോകത്തിലെ നാച്ചുറലായി സൂപ്പർ നാച്ചുറലുകൾ ചെയ്യാൻ പറ്റൂ. ആത്മീക മനുഷ്യനെ ശക്തി പ്രാപിക്കണം. നമ്മുടെ ഉള്ളിൽ ഒരു ആത്മീയ മനുഷ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്? ജനിച്ചിട്ടുണ്ട്. ആ ആത്മീയ മനുഷ്യന് ശക്തി പ്രാപിക്കുവാൻ വേണ്ടി വിട്ടുകൊടുക്കണം. അതിന് ഒന്നാമത് നമ്മൾ ചെയ്യേണ്ടത് പരിശുദ്ധാത്മാവിന് വേണ്ടി യാചിക്കണം. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എപ്പോഴും പരിശുദ്ധാത്മാവിന് വേണ്ടി യാചിച്ചുകൊണ്ടേ ഇരിക്കണം. 2, പരിശുദ്ധാത്മാവിൽ ജീവിക്കുവാൻ വിട്ടുകൊടുക്കണം. നിൻ്റെ സ്വന്തം ഇഷ്ടത്തിലും സ്വന്തം ആഗ്രഹത്തിലും സ്വന്തം ചിന്തയിലും എടുക്കുന്ന തീരുമാനങ്ങൾ ഇന്നു മുതൽ മാറ്റിയിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ചിന്ത കർത്താവിൻ്റെ കരത്തിൽ നിന്ന് വാങ്ങി പരിശുദ്ധാത്മാവിനെ ജീവിക്കണം. നിൻ്റെ പാരമ്പര്യത്തെ വിടാൻ പരിശുദ്ധാത്മാവ് പറയുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നത് പോലെ കേൾക്കണം. നിൻ്റെ കുടുംബത്തിന് ഇന്നത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ചെയ്യരുത്. നീ ഇങ്ങനെ സംസാരിക്കരുതെന്ന് പറഞ്ഞാൽ സംസാരിക്കരുത്. നീ ഇങ്ങനെ ആൾക്കാരോട് ഇടപെടരുതെന്ന് പറഞ്ഞാൽ ഇടപെടരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിൻ്റെ ഇഷ്ടം എടുക്കരുത്. നിൻ്റെ ജോലിയിൽ അല്ലെങ്കിൽ നിൻ്റെ ഉപജീവന മാർഗത്തിൽ അത് വാങ്ങരുത്, അത് നടത്തരുത്, അയാളുമായി ബന്ധം പുലർത്തരുത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ചെയ്യരുത്. ഹല്ലേലൂയ. നമുക്ക് അപ്പോഴും തോന്നാം, ഇപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ 50,000 അല്ലെങ്കിൽ ഇത്ര രൂപ എനിക്ക് കിട്ടുമായിരുന്നു, എന്തുകൊണ്ട് ഇങ്ങനെ തോന്നി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്താൽ അതിൻ്റെ പിന്നിൽ വരുന്ന നഷ്ടവും അതിൽ നിന്ന് പിന്നിൽ വരുന്ന കഷ്ടവും നീ അനുഭവിക്കേണ്ടി വരും. ഹല്ലേലൂയ. നമ്മുടെ എടുത്തുചാട്ടങ്ങളെല്ലാം മാറ്റി ആരോടുകൂടെ ചേർന്ന് നടക്കണം? പരിശുദ്ധാത്മാവാം ദൈവത്തോടൊപ്പം ചേർന്ന് നടക്കണം. നിന്നെ അനാഥനായി വിടുകയില്ല എന്ന് പറഞ്ഞ കർത്താവിനോടൊപ്പം ചേർന്ന് നീ നടക്കുമ്പോൾ, കർത്താവിൻ്റെ ശബ്ദം കേട്ട് നീ നടക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി നിന്നിൽ വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ആ ശക്തി നിൻ്റെ മേൽ വർദ്ധിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി അടുത്ത 3-ാമത്തെ കാര്യം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി എന്ത് ചെയ്യണം? വാഞ്ചിക്കണം, ആഗ്രഹിക്കണം. നിൻ്റെ മേൽ കിടക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വർദ്ധിക്കുവാൻ വേണ്ടി നീ പ്രാർത്ഥിക്കണം, സമയം കൊടുക്കണം. ഹല്ലേലൂയ. ബല കൊടുക്കണം, ഉപവസിക്കണം, ആരാധിക്കണം, ദൈവസന്നിധിയിൽ കൃത്യനിഷ്ഠത പാലിക്കണം, ദൈവത്തിന് കൊടുക്കേണ്ട എല്ലാ കാര്യാദികളും കൊടുക്കണം. ദൈവത്തിൻ്റെ ശക്തി വീണ്ടും വീണ്ടും പ്രാപിക്കുവാൻ നീ ഒരുങ്ങിയിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപാവരങ്ങൾക്ക് വേണ്ടി യാചിക്കണം. അതായത് ദൈവശക്തിയും പരിശുദ്ധാത്മാവും വന്നാൽ ഒരുവൻ്റെ മേൽ കൃപാവരങ്ങൾ ജ്വലിക്കും. ശുശ്രൂഷയ്ക്ക് വേണ്ടി കാത്തിരിക്കണം. ഫലം കായ്ക്കുവാൻ
ശ്രമിക്കണം. ഫലം കായ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ സഭയിൽ വരുന്ന എല്ലാവർക്കും അറിയാം. 1-2 പേർ വെളിയിൽ നിന്നുള്ളത് കൊണ്ട് പറയാം, ആറ്റരികത്ത് നട്ടിരിക്കുന്നതായി മാറണം. അതായത് സഭയ്ക്കകത്ത് പ്രയോജനമുള്ളതായി തീരുമ്പോൾ നീ എന്ത് ചെയ്യും? ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ ആത്മാവിൻ്റെ ഫലങ്ങൾ നിന്നിൽ നിന്ന് പുറത്തു വരും. ആ ഫലങ്ങളോടൊപ്പം കൃപാവരങ്ങളും നിന്നിൽ നിന്ന് പുറത്തു വരും. ആ കൃപാവരങ്ങളോടൊപ്പം ദൈവശക്തിയും നിന്നിൽ നിന്ന് പുറത്തു വരും. ഹല്ലേലൂയ. ദൈവശക്തി ഒരുവൻ്റെ മേൽ ചലിക്കുമ്പോൾ ആ ശക്തിക്ക് വേണ്ടി നമ്മൾ കൊതിക്കണം. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ ശക്തി പകരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ശക്തി പകർന്നു എന്ന് കാണിക്കുവാൻ നമ്മൾ ഒന്നും ചെയ്യണ്ട. നിന്റെ മേൽ പകർന്ന ശക്തിയുടെ തെളിവിന് വേണ്ടി നിന്റെ മേൽ പകർന്ന അധികാരത്തിൻ്റെ കീഴിൽ വിടുതൽ പ്രാപിക്കേണ്ട വ്യക്തിയെ നിന്റെ മുന്നിൽ കൊണ്ടുവരും. ഞാൻ ഒരിക്കൽ കൂടെ എടുത്ത് പറയാം. നിന്റെ മേൽ പകർന്ന അഭിഷേകത്തിൻ്റെയും ശക്തിയുടെയും അളവറ്റ വലിപ്പം എന്തെന്ന് മനസ്സിലാക്കുവാൻ പരിശുദ്ധാത്മാവ് നിന്റെ അടുക്കൽ അങ്ങനെയുള്ള വ്യക്തികളെ കൊണ്ടുവരും. നീ ഒരു പ്രൊഫറ്റാണെന്ന് തെളിയിക്കുവാൻ നീ പ്രവചിക്കേണ്ട വ്യക്തിയെ നിന്റെ മുന്നിൽ കൊണ്ടുവരും. എന്ന് മനസ്സിലായില്ലേ? നിന്റെ മേൽ രോഗശാന്തി കൃപാവരമാണ് പകർന്ന്, ആ ശക്തിയാണ് പകർന്നിരിക്കുന്നതെങ്കിൽ നിന്റെ മുന്നിൽ രോഗമുള്ള വ്യക്തി വന്ന് നിൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിൽക്കണ ഉടനെ എന്ത് ചെയ്യണം? ഫോൺ എടുക്കണം. എടുത്തിട്ട് പാസ്റ്ററെ ഇങ്ങനൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്. സ്ഥിരം ഇപ്പം നടക്കുന്ന പരിപാടിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ വയറ്റിൽ കൈവച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ കുഞ്ഞ് ലഭിക്കുമെന്ന് പറഞ്ഞൊരു സഹോദരിയോടെ. വേറെ സഹോദരി ഒരു ദിവസം വിളിച്ചതാണ്, പാസ്റ്ററെ എൻ്റെ ഇന്ന ബന്ധുവിന് കുഞ്ഞില്ല. ഞാൻ പറഞ്ഞു വയറ്റിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അതല്ല പാസ്റ്റർ, പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചതെന്ന്. എനിക്ക് ചെന്ന് വയറ്റിൽ കൈവയ്ക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. ഇത് ക്ലാസ്സായിട്ട് പോവാണ് കേട്ടോ, കുഴപ്പമില്ല. ഹല്ലേലൂയ. ആരെയൊക്കെ കർത്താവ് തൊടൂലേ? തൊടും. ഹല്ലേലൂയ. നിങ്ങൾ ആള് മാറണം. കാരണം എന്ന് പറഞ്ഞാൽ ചിലരോട് വന്ന് ദാരിദ്ര്യം പറയും. ചിലർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലരോട് വന്ന് ജീവിതത്തിൻ്റെ സങ്കടം പറയും. ഈ കേൾക്കുന്ന ആൾ അതിനെക്കാളും കഷ്ടത്തിൽ കിടക്കുന്ന വ്യക്തിയായിരിക്കും. നമ്മൾ വിചാരിക്കും ദൈവമേ എൻ്റെ കഷ്ടമേ മാറുന്നില്ല, പിന്നെ ഇവളെന്തിന് എന്താ അവിടെ ഈ കഷ്ടം പറയുന്നതെന്ന്. പക്ഷെ നിങ്ങളൊരു വാക്ക് പറയാണ്, നിങ്ങളെ യേശു സ്നേഹിക്കുന്നു. ഈ ദാരിദ്ര്യം നിന്നിൽ നിന്ന് മാറുമെന്ന് പറഞ്ഞാൽ ആ ദാരിദ്ര്യം അവളെ നിന്ന് മാറും, നിൻ്റെ നിന്നും മാറും. ഹല്ലേലൂയ. അതിൻ്റെ അധികാരവും ശക്തിയും നിൻ്റെ മേൽ കർത്താവ് പകർന്നിട്ടുണ്ട്. ഹല്ലേലൂയ. നമുക്ക് തിരിച്ചറിവില്ല. നമ്മളെന്ത് വിചാരിക്കുമെന്നറിയാമോ? ഇവ എന്തൊക്കെ കഥകൾ പറയുന്നെന്ന് വിചാരിക്കും. ഹല്ലേലൂയ. പിന്നെ കേരളക്കരയുടെ ഒരു പ്രത്യേകത ബ്ലസ്സന് മനസ്സിലാവും എന്നതാണ്, പ്ലാറ്റ്ഫോം കിട്ടിയാലേ എന്ത് ചെയ്യാൻ പറ്റൂ? ശുശ്രൂഷ വെളിപ്പെടും. ഹല്ലേലൂയ. കർത്താവിൻ്റെ തിരുവചനം ഒന്ന് വായിച്ചു നോക്കണം. കർത്താവ് എത്ര പ്ലാറ്റ്ഫോമിൽ നിന്നിട്ടുണ്ടെന്ന് ആദ്യം നോക്കണം. ഹല്ലേലൂയ. കർത്താവ് നിന്നതും അപ്പോസ്തലന്മാർ നിന്നതെല്ലാം പ്ലാറ്റ്ഫോമായി മാറിയതാണ്. ഹല്ലേലൂയ. ഈ ഉണർവിൻ്റെ സീസണിൽ, ഈ പുതിയ നിയമ ഈ സീസണിൽ, ഈ കാലയളവിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലമെല്ലാം കർത്താവ് പ്ലാറ്റ്ഫോമായി മാറ്റി. അഭിഷിക്തന്മാർ നിൽക്കുന്ന സ്ഥലമെല്ലാം കർത്താവ് പ്ലാറ്റ്ഫോമായി മാറും. ഇതിൻ്റെ ഇടയിൽ കൂടെ കർത്താവ് ഒരു കാഴ്ച എനിക്ക് കാണിച്ചു തരുന്നുണ്ടായിട്ട്. ഞാൻ പണ്ട് വായിച്ചൊരു പത്രകത്താണ്, അതുകൊണ്ട് ഞാൻ പറയാം. കോടമ്പക്കം എന്ന് പറയുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു, തമിഴ്നാട്. അവിടെ ഒരു ദിവസം ബ്ലോക്ക് വന്നു, ഭയങ്കരമായ ബ്ലോക്ക് വന്നു. ആ ബ്ലോക്കിനകത്ത് എല്ലാവരും ബ്ലോക്കിൽ കിടന്ന സമയത്ത് ഒരു കാറ് തുറന്ന് രജനീകാന്ത് വെളിയിലിറങ്ങി. എന്ന് പറഞ്ഞാൽ ആൾ ആ ബ്ലോക്കിനകത്തായിപ്പോയി. ആൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് നിർത്തിയില്ല, അതുകൊണ്ട് ഇറങ്ങി. സാധാരണ 10 മിനിറ്റ് കൊണ്ട് തീരേണ്ട ബ്ലോക്ക് അന്ന് രാത്രിയായിട്ടും തീർന്നില്ല. എന്തെന്നറിയാം, രജനീകാന്തിനെ കാണാൻ വേണ്ടി ആൾക്കാർ എല്ലാ കാറും നിർത്തി ഇറങ്ങി രജനീകാന്തിൻ്റെ ചുറ്റും നിന്നു. കർത്താവിൻ്റെ ആത്മാവ് എന്നോട് പറയുന്നു, നിങ്ങളുടെ മേൽ കിടക്കുന്ന ദൈവശക്തി റോഡിൽ വെച്ചും മറ്റുള്ള സ്ഥലങ്ങളിൽ വെച്ച് ചലിക്കുമ്പോൾ അവിടെ ഇന്ന് വരെ കാണാത്ത പെരുത്ത ആൾക്കൂട്ടം കൂടുകയും അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്രവൃത്തികളും സംഭവിക്കുകയും കർത്താവിൻ്റെ വചനപ്രകാരമുള്ള ശുശ്രൂഷകൾ ചിലരുടെ മേൽ വെളിപ്പെടുകയും ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവ് ചിലരുടെ മേൽ ആ ശക്തി അയക്കുന്നു. റിസീവ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് പറയുന്നു, ചിലരെ ഒരു അത്ഭുതമാക്കി കർത്താവ് മാറ്റുവാൻ പോകുന്നു. നിന്റെ സീസൺ ചേഞ്ച്. നീ അത്ഭുതങ്ങൾ ചെയ്യുവാൻ പോകുന്നു. നീ അടയാളങ്ങൾ ചെയ്യുവാൻ പോകുന്നു. നീ അത്ഭുതം ചെയ്യുവാനല്ല പോകുന്നത്, നീ അടയാളം കാണിക്കുവാനല്ല പോകുന്നത്. നിന്റെ എന്തോ ഒരു ആവശ്യത്തിന് റോഡിൽ ഇറങ്ങിയതാണ്. നീ എന്തോ ഒരു കാര്യത്തിന് ഒരു വ്യക്തിയോട് സംസാരിച്ചതാണ്.
ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഉറപ്പായി ഹെവൻലി റെവലേഷൻ ചർച്ചിനകത്ത് ഈ 2 മാസങ്ങളുള്ളിൽ ചില വ്യക്തികളിലൂടെ അത് ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവ് വീണ്ടും വീണ്ടും എന്നോട് പറയുന്നു. ഇന്ന് മുതൽ എണ്ണി അടുത്ത മാസത്തിനുള്ളിൽ ചില വ്യക്തികൾക്ക് ഇങ്ങനെയുള്ള സാക്ഷികൾ വന്ന് പറയുവാൻ കഴിയുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. ചിലർ കടന്നു പോകുമ്പോൾ ഭൂതങ്ങൾ ഇളകും, ചിലർ കടന്നു പോകുമ്പോൾ രോഗികൾ സൗഖ്യമാകും, ചിലർ കടന്നു പോകുമ്പോൾ അത്ഭുതങ്ങളും മിറക്കിൾസും സംഭവിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. ഇന്ന് അതിനുള്ള വിത്ത് കർത്താവ് അവരുടെ മേൽ ഇടുന്നു. ചിലരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയേറിയ സീഡുകൾ വീഴുന്നു. ഓ ഹോളി പവർ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ശക്തിയോടെ സ്വീകരിച്ചാട്ടെ. ഓ റിഹബബബ റിദാലുദാരുദ. ചിലരുടെ ഉള്ളിൽ നിന്നൊരു ചിന്ത എടുത്ത് മാറ്റണം. ദൈവദാസന് മാത്രം കൊടുത്തിരിക്കുന്ന, പാസ്റ്റർക്ക് മാത്രം കൊടുത്തിരിക്കുന്ന കഴിവാണിതെന്നുള്ള ചിന്ത എടുത്ത് മാറ്റണം. ദൈവസഭയോട് ചേർന്ന് നിൽക്കുന്ന, ദൈവദാസന്മാരോട് ചേർന്ന് നിൽക്കുന്ന പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, ദൈവത്തിന് വേണ്ടി വില കൊടുക്കുന്നവനെ, അഭിഷേകത്തിന് വില കൊടുക്കുന്നവനെ നിന്നെ കർത്താവ് ഉപയോഗിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ളവർ ഇന്ന് പോകുമ്പോൾ ഒരു കൂട്ടം ദൂതന്മാരൂടെ വരും. സ്വീകരിച്ചോ, സാന്നിധ്യം വന്നുകൊണ്ടിരിക്കുകയാണ്. നിനക്കിങ്ങനെ കണ്ടോണ്ട് എന്നെ നോക്കിക്കൊണ്ടിരിക്കരുത്. നിന്റെ ദേഹത്ത് എന്താണോ ചലിക്കുന്നത്, അതെങ്ങനെയാണ് സ്വീകരിക്കാൻ പറ്റുന്നത്, അതേപോലെ സ്വീകരിക്കണം. ചിലരുടെ സീസൺ ചേഞ്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടാ. ചിലരുടെ ജീവിതത്തിന്റെ ശൈലികൾ മാറുവാൻ പോകുന്നു. ചിലരുടെ വചനം പറയത്തിലുള്ള സ്റ്റൈലുകൾ മാറുവാൻ പോകുന്നു. ചിലർ നിരന്തരമായി പ്രവചിക്കുവാൻ പോകുന്നെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയും. ചിലർ വാ തുറക്കുന്നത് തന്നെ പ്രവചനമായി മാറും. ചില വ്യക്തികളോട് സംസാരിക്കുന്നത് തന്നെ പ്രവചനമായി മാറും. ഇന്ന് ഇതിനകത്തിരിക്കുന്നവർ ഇനി ഒരു ശാപവാക്കുരാന്നോ ആളെ നോക്കി പറയരുത്. ഒരു വ്യക്തിയെക്കുറിച്ച് നെഗറ്റീവ് പറയരുത്. നിന്റെ അഭിഷിക്തനാകട്ടെ മറ്റൊരു വ്യക്തിയെ കുറിച്ച് നീ നെഗറ്റീവ് പറയരുത്. നിന്റെ ജീവിതത്തിൽ നോക്കി നെഗറ്റീവ് പറയരുത്. നിന്റെ കുഞ്ഞുങ്ങളെ നോക്കി നെഗറ്റീവ് പറയരുത്. നിന്റെ കുടുംബത്തെ നോക്കി നെഗറ്റീവ് പറയരുത്. നിന്റെ മേൽ ചലിക്കുന്ന ദൈവശക്തി ആ നെഗറ്റീവിനെ കൊണ്ടുവരും. നീ പോസിറ്റീവ് പറഞ്ഞാൽ പോസിറ്റീവിനെ അത് കൊണ്ടുവരും. ചിലരെ ഈ സെക്കൻഡിൽ കർത്താവ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ നാളുകൾ അനുഭവിച്ച ദൈവ സാന്നിധ്യത്തിന് വില കൊടുക്കാത്ത ചിലരെ കർത്താവ് ഈ സീസണിലേക്ക് വലിച്ചു കയറ്റുന്നു. കർത്താവ് അഭിഷേകം കൊടുത്തു, അധികാരം കൊടുത്തു, ശുശ്രൂഷ കൈമാറി. എന്നിട്ടും അത് ചെയ്യാതെ നടക്കുന്ന ചിലരെ കർത്താവ് ഈ സീസണിലേക്ക് വലിച്ചു കയറ്റുന്നു. നീ എനിക്കുള്ളവനാണ്, കേറി വാ, കേറി വാ. നീ എനിക്കുള്ളവളാണ്, കേറി വാ. ഓ റീബാബാല ദുരാഹ ഷാദുരാബ റീബാല ദുരാഹ ഷാബാല ദുരാഹർ. നഷ്ടപ്പെട്ടു പോയ വർഷങ്ങളെ നോക്കി ദുഃഖിച്ചിരിക്കാതെ കർത്താവിനോട് തിരിച്ചു കയറുവാൻ, കർത്താവിന്റെ അഭിഷേകത്തിലേക്ക് കയറുവാൻ ചിലരെ വിളിക്കുന്നു. നിനക്ക് ചെയ്യുവാൻ കഴിയുമെന്നുള്ളതേ കർത്താവ് പറഞ്ഞിട്ടുള്ളൂ. നിന്നോട് കർത്താവ് പറഞ്ഞിട്ടുള്ളത് കർത്താവിനറിയാം നിന്നെ കൊണ്ട് ചെയ്യിക്കാൻ. ഇതിൻ്റെ അകത്ത് കാഴ്ചക്കാരില്ല, ഇതിനകത്ത് സിനിമ നടക്കുന്നില്ല, ഇതിനകത്ത് കർത്താവാണ് ഇറങ്ങി നടക്കുന്നത്. കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ പ്രാർത്ഥിച്ചാട്ടെ, കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ പ്രാർത്ഥിച്ചാട്ടെ, കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ കർത്താവിന് വേണ്ടി ജീവിച്ചാട്ടെ. ഓ ഇനി നഷ്ടങ്ങളില്ല, ഇനി കാലഘട്ടങ്ങൾ കഴിഞ്ഞു പോകാനില്ല. ഈ സീസണിൽ കാരണം ഇതാ എൻഡ് ടൈം സീസൺ.
End time revival. End time revival. Oh, end time revival. അത്ഭുതങ്ങളുടെ ഒരു പട്ടിക, അടയാളങ്ങളുടെ പട്ടിക. എന്റെ കർത്താവ് വീണ്ടും ജീവിക്കുന്നത് സാധാരണക്കാരനിലൂടെ. ഓ ഓ റിബാ ബാബാ ലാദൂര ഹലാദൂര റിബാ ബാബാ. എൻഡ് ടൈം റിവൈവലിന് വേണ്ടി ചിലരെ കർത്താവ് ഇപ്പോൾ സെലക്ട് ചെയ്യുന്നു. ഈ 3 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയർ, അതിനുള്ള റിസൾട്ട് ഇപ്പോൾ ഇറങ്ങുന്നു. ദൈവദൂതന്മാർ ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. ചിലരുടെ മേൽ നിന്ന് പൈശാചിക സാന്നിധ്യങ്ങൾ അഴിയുന്നു. അഭിഷേകം തുല്യം ചൊല്ലാൻ വേറൊന്നുമില്ലേ. അഭിഷേകം എൻ സമ്പത്താണേ, തുല്യം ചൊല്ലാൻ വേറൊന്നുമില്ല.